നൽകിയപ്പോൾ ആ നിയമങ്ങൾ അനുസരിച്ച് സഭയിൽ പ്രാർത്ഥനകൾ രൂപപ്പെട്ടപ്പോൾ നല്ല പ്രാർത്ഥനകളുണ്ട്. നമ്മൾ ആ നിക്ഷേപം കണ്ടെത്തണം എന്ന് ഈ കാലഘട്ടത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതായത് സഭയുടെ ഇപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന നിങ്ങളെ കൊണ്ട് ചൊല്ലിക്കും. ആ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നല്ല ഡെലിവറൻസ് കർത്താവ് ആ സമയത്ത് ചെയ്തു തരും. എനിക്ക് ഒരു അനുഭവം ഉണ്ടായത്, എന്നോട് ഒരിക്കലും ഒരു ലാറ്റിൻ സഭയിലെ ഒരു അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ മലങ്കരക്കാരല്ലേ? അതെ. എന്നിട്ട് നിങ്ങളുടെ മലങ്കരക്കാരുടെ പ്രാർത്ഥനയൊന്നും അച്ഛന്റെ ധ്യാനത്തിലൊന്നും ഇല്ലല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയൊക്കെ എങ്ങനെ ധ്യാനത്തിന്? അപ്പൊ അത് എന്നെ എങ്ങനെ ചലഞ്ച് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. അതായത് നിങ്ങളീ പ്രാർത്ഥിക്കുന്ന, വർഷിപ്പ് നടത്തുന്ന പല കാര്യങ്ങളിലും അതിനേക്കാൾ നല്ല നല്ല സാധനങ്ങൾ ലിറ്റർജി കിടപ്പുണ്ട്. അങ്ങനെ ഞാനിത് തിരുമേനിയോട്, ക്ലീമിസ് പിതാവിനോട് ഞാൻ സംസാരിച്ചു. പിതാവേ, ഞാൻ ഈ ധ്യാനത്തിന് ചില കാര്യങ്ങൾ ആരാധനക്രമത്തിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചോട്ടെ, അതിന് പ്രശ്നമാവോ? അപ്പൊ പിതാവ് പറഞ്ഞു, അത് എന്താ ചെയ്യാൻ പോകുന്നത് എന്നോട് പറഞ്ഞിട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ധ്യാനത്തിന് ആരാധനക്രമത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. കുരിശെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുരോഹിതൻ 4 ദിക്കുകളെയും ആശീർവദിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മാലാഖമാർ ആരെ ശുശ്രൂഷിക്കുന്നുവോ അവനെ തന്നെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സഭയുടെ ആ ആരാധന, ഈ ആന്റിയോക്യൻ സിറിയൻ ട്രഡീഷനിൽ ഉള്ളൊരു പ്രാർത്ഥനയാണിത്. അങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലി 4 ദിക്കുകളെ ആശീർവദിക്കുന്ന ഒരു പ്രാർത്ഥന കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അതായത് ദിക്കിന്റെ കെട്ടഴിക്കുന്ന പ്രാർത്ഥനയാണിത്. 4 ദിക്കുകളുടെയും ബന്ധനങ്ങൾ അഴിക്കുന്ന പ്രാർത്ഥനയാണിത്. അതെനിക്കറിയാൻ പാടില്ലായിരുന്നു അത് അങ്ങനെയാണെന്ന്. പിതാക്കന്മാർ ആ പ്രാർത്ഥന ഡിവൈസ് ചെയ്തത് ദിക്കിന്റെ കെട്ടഴിക്കാനാണ്. അതായത് 4 ദിക്കുകളിൽ നിന്ന് ദൈവമക്കളെ തടയുന്ന തിന്മയുടെ അരൂപികളുണ്ട്. അപ്പോൾ ഓരോ ദേശത്തിന്റെയും ദിക്കുകളെ 4 വശത്തേക്കും തിരിഞ്ഞു നിന്ന് ആശീർവദിക്കാൻ സഭയെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു അത്. അപ്പൊ ഞാൻ ആ പ്രാർത്ഥന ഉപയോഗിക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കുമരകത്ത് ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാന ഹോളിൽ ഞാൻ ആളുകളെ കൊണ്ട് ഇതിന്റെ മുഴുവൻ ഫോമും ചെയ്താൽ ഒരു 1/4 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായി ദൈവമേ നീ പരിശുദ്ധനാവുന്നു എന്നുള്ള പ്രാർത്ഥന ചൊല്ലിച്ച് 4 ദിക്കിലേക്ക് തിരിച്ചു നിർത്തി ഞാനിത് പ്രാർത്ഥിപ്പിച്ചു. പിറ്റേ ദിവസം ഒരു കുടുംബം വന്നു. ആദ്യത്തെ ദിവസം ഈ പ്രാർത്ഥന നടക്കുന്നു. പിറ്റേ ദിവസം 2 ദിവസമുള്ള ധ്യാനം. പിറ്റേ ദിവസം ഒരു കുടുംബം വന്നു. വാവിട്ട് കരഞ്ഞുകൊണ്ട് കുമരകത്തെ പോളച്ചനോട് അവര് പറയുകയാണ്, 5 കൊല്ലമായിട്ട് 1.5 കോടി രൂപയുടെ കടം. 5 കൊല്ലമായി, ഒരു വഴിയില്ല. ഈ ദിക്കഴിക്കുന്ന പ്രാർത്ഥന അങ്ങോട്ട് ചെയ്തു പോയി. അന്ന് രാത്രിയിൽ ഒരു ബന്ധുവിന്റെ ഫോൺ വരികയാണ്. അതേ നല്ല സമ്പന്നനാണ്, ഇത്രയും കാലമായിട്ട് ഒരു ബന്ധമില്ലാതിരുന്ന ആളാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക ബാധ്യതയാണോ? അതെ. എത്ര രൂപയുണ്ട് കടം? 1.5 കോടി. അത് ഞാൻ വീട്ടിൽ തരാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ തരാം. ആ കുടുംബം ചങ്ക് പൊട്ടി കരഞ്ഞിട്ട് വരികയാണ്, അച്ഛാ ഇത്, അതായത് പിടിച്ചങ്ങോട്ട് അടിച്ച് തകർത്ത് വിടുന്ന പോലെ അതങ്ങ് മാറിപ്പോവാണ്. ഇതൊക്കെയാണ് തിരുസഭയുടെ പ്രാർത്ഥനകൾ. അതുകൊണ്ട് ഞാൻ പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ഓരോ ആരാധനക്രമത്തിന് ആ പ്രാർത്ഥനകൾക്കൊക്കെ ഭയങ്കര പവറുണ്ട്. അത് നമ്മൾ അറിയണം. അല്ലാതെ എന്ന് ഈ ഹല്ലേലൂയ പറഞ്ഞോണ്ടിരുന്നാ പോരാ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് ഹല്ലേലൂയ പറയുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ ഈ സഭ പഠിപ്പിച്ച പ്രാർത്ഥന അത് ഭയങ്കര പ്രാർത്ഥനകളാണത്. അസാധാരണമായ പ്രാർത്ഥനകളുണ്ട്, അസാധാരണമായ പ്രാർത്ഥനകൾ. അപ്പൊ ഇത് നമ്മൾ ചൊല്ലണം. നമ്മള് യെശയ്യാ പ്രവചനം 45-ാം അധ്യായം, യെശയ്യാ പ്രവചനം 43-ാം അധ്യായം എടുത്തേ. യെശയ്യാ 43, 5ഉം 6ഉം ഉച്ചത്തി വായിക്കേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും. പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു വ്യക്തി മാമോദീസ സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുമ്പോൾ ആ വ്യക്തി ദൈവരാജ്യത്തിന്റെ ഭാഗമാവുകയാണ്. ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തോട് കൃത്യമായി വിപരീത ദിശയിൽ ആ ദൈവരാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യമാണ് സാത്താന്റെ രാജ്യം. നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കേണ്ടത്, സാത്താന് രാജ്യമുണ്ട്. സാത്താന്റെ രാജ്യം ലോകത്ത് പ്രവർത്തന നിരതമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ സാത്താനെ വിളിക്കുന്നത് ഈ ലോകത്തിന്റെ അധികാരി എന്നാണ്. ദ റൂളർ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ അധികാരി. ഈശോ പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, പക്ഷെ അവൻ എൻ്റെ മേൽ അധികാരമില്ല. ഇത് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം ലോകത്ത് നടക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന സാത്താന്റെ രാജ്യമുണ്ട്. അധപതിച്ച മാലാഖമാരാണ് പിശാചുക്കൾ. ആ പിശാചുക്കളുടെ
ഒരു സാമ്രാജ്യമുണ്ട്. ഇതാണ് ബൈബിളിന്റെ ദൈവശാസ്ത്രം. ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ശ്രദ്ധിച്ചിരിക്കാം. പക്ഷെ ദൈവമാണ് സ്രഷ്ടാവ്, പിശാച് സൃഷ്ടി മാത്രമാണ്. പിശാചിന് ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാനോ നശിപ്പിച്ചു കളയാനോ പറ്റില്ല. പക്ഷേ പിശാചിന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ തൽക്കാലത്തേക്ക് യേശുവിന്റെ രണ്ടാം വരവ് വരെ, പിശാച് പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്നത് വരെ പിശാചിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക പ്രിയപ്പെട്ട മക്കളെ. ഓരോ രാജ്യത്തിനും ഭരണാധികാരി ഉള്ളതുപോലെ, ഓരോ ദേശത്തിനും അധികാരികൾ ഉള്ളതുപോലെ, ഓരോ ദേശത്തിനും കാവൽ മാലാഖമാർ, ദൂതന്മാരുള്ളതുപോലെ ഓരോ ദേശത്തും ദൈവമക്കളെ തടയുന്ന പൈശാചിക അരൂപികളുണ്ട്. ഇത് വളരെയേറെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആത്മീയ രഹസ്യമാണ്. എനിക്കിത് അനേക അനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഖത്തറിൽ ചെല്ലുമ്പോൾ അവിടെ 250 നേഴ്സസിന് ജോലി നഷ്ടപ്പെട്ടു എന്ന് അവർ സങ്കടത്തോടെ വന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനവിടെ കുറെ കാലം താമസിച്ചിരുന്നു. അതുകൊണ്ട് ആ ജനത്തെ കുറെ നാൾ ഒരുക്കി. എല്ലാവരും അവരവരുടെ ദേവാലയങ്ങളിൽ പോയി കുമ്പസാരിച്ചു, ഞാനും കുമ്പസാരിപ്പിച്ചു. അങ്ങനെ എല്ലാ ജനവും ഒരുങ്ങി കഴിഞ്ഞിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ദേശത്തെ സമർപ്പിച്ചുകൊണ്ട് ദേശത്തിന്റെ അരൂപിയെ ഇതുപോലെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ട അത്ഭുതം ഞാൻ പറയാം. 250 നേഴ്സസിന് മെമ്മോ കൊടുത്തിരിക്കുകയാണ്, അവരെ പിരിച്ചുവിടുകയാണ്. വെള്ളിയാഴ്ച ഇത് സർവീസ് നടക്കുന്നു. ശനിയാഴ്ച പിറ്റേ ദിവസം 200 നേഴ്സസിനെ അവർ തിരിച്ചെടുക്കുന്നു. ഇത് എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിന്റെ അരൂപിയുടെ സ്വാധീനം ശക്തമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവമക്കള് ജാഗ്രത പുലർത്തി ദേശത്തിന്റെ അരൂപികൾ ബന്ധിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. ദാനിയേൽ 10, 13, 14 പേർഷ്യ രാജ്യത്തിന്റെ അധിപനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ സമയമില്ല. നമ്മളിപ്പോൾ 4 ദിക്കുകളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നിന്നായിരിക്കും. അപ്പൊ ഇവിടുന്ന് ഒരു 1000 കിലോമീറ്റർ വിദൂരത്തേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവിന് അത് അസാധ്യമാണോ? അല്ല. കാരണം ഈശോയ്ക്ക് ദൂരത്തിന്റെ മേൽ അധികാരമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ, സമയമില്ലാത്തതുകൊണ്ട് അടുപ്പിക്കാത്തത്, യോഹന്നാൻ 2-ാം അധ്യായത്തിൽ രാജസേവകന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 4-ാം അധ്യായത്തിൽ അപ്പൊ ഈ വ്യക്തി വന്നിട്ട് ഈ ആള് വന്നിട്ട് പറയുകയാണ്, എന്റെ വീട്ടിൽ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പൊ ഈശോ പറഞ്ഞു, നീ പൊക്കോ, അവൻ സുഖപ്പെടും. ഈശോ വഴി വെച്ചാണ് അത് പറയുന്നത്. എന്നാൽ ഈ വ്യക്തി തിരിച്ചങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ആള് വരികയാണ്, സുഖപ്പെട്ടിരിക്കുന്നു. അവൻ ചോദിച്ചു എപ്പോഴായിരുന്നു? അത് 10-ാം മണിക്കൂറിലായിരുന്നു എന്ന് പറഞ്ഞാല്, ഞാൻ ഉദാഹരണം പറയാണ്, അപ്പൊ ഏത് മണിക്കൂറാണ് ഞാൻ മറന്നുപോയി. അപ്പോ ഇയാൾ പറയുകയാണ്, ഈശോ ആ സമയത്താണ് അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞ് ഈശോ വഴി നിൽക്കുകയാണ്, രോഗം ബാധിച്ചവൻ വീട്ടിൽ കിടക്കാണ്. ഈശോയ്ക്ക് ദൂരത്തിന്റെ മേൽ അധികാരമുണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ദൂരത്തിന്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു 1000 കിലോമീറ്റർ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 ദിക്കുകളിലേക്കും ഈ ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തി ഒഴുകാൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കുമോ? സംഭവിക്കും. അത് സംഭവിക്കും. അതുകൊണ്ട് ഇപ്പൊ പ്രാർത്ഥിക്കണം. നിങ്ങൾ വളരെ വിദൂരങ്ങളിൽ വന്നിരിക്കുകയാണ്, അവിടെ കൊണ്ട് നിർത്തരുത്. ഒരു 1000 കിലോമീറ്റർ കുറഞ്ഞു പോയോ? ഒരു 1000 കിലോമീറ്റർ നമ്മൾ അങ്ങോട്ട് സമർപ്പിച്ചിട്ട് കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ലോകത്തുള്ള എല്ലാ പ്രശ്നത്തിന്റെയും ആത്യന്തികമായ കാരണം ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മറ്റ് പലതിനും കൊടുത്തതാണ്. അതുകൊണ്ട് സൊല്യൂഷൻ എന്താണ്? ദൈവാരാധനയാണ് ലോകത്തെ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം. ഇത് നിങ്ങൾ വിശ്വസിച്ചോണം. ജെന്യുവിനായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഒരു ദേശത്ത് വന്നാൽ ആ ദേശം പെട്ടെന്ന് രക്ഷപ്പെടാൻ തുടങ്ങും. സൊല്യൂഷൻ അതാണ്. അതായത് എവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചു, കർത്താവിന്റെ രാജ്യം വളരുന്നത് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളിലൂടെയാണ്. ബാബിലോൺ സാമ്രാജ്യം തകർന്നത് 4 ചെറുപ്പക്കാര് വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിച്ച് 70 കൊല്ലം ജീവിച്ചപ്പോഴാണ്. ഇത് ഓർത്തിരിക്കണം. ശരിക്കുള്ള ദൈവാരാധന എവിടെ നടന്നാലും അവിടെ സാത്താന്റെ സാമ്രാജ്യം തകരും. അതുകൊണ്ട് ഇതൊരു മോഡൽ പ്രയർ ആണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിനെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷമാണ് യേശുവിനെ ആരാധിക്കുന്നത്. നമ്മൾ യേശുവിനെ ഉയർത്തിയാൽ പരിശുദ്ധാത്മാവ് ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും വർഷിക്കും. യേശുവിനെ കുറിച്ച് നമ്മൾ എന്ത് നന്നായിട്ട് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് അപ്പം തന്നെ പ്രവർത്തിക്കും. യേശുവിനെ ആരാധിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നിങ്ങൾ കുർബാനയിൽ ചൊല്ലിയ പ്രാർത്ഥനയാണ്. ദൈവമേ നീ പരിശുദ്ധനാകും. അത് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണടച്ചോ.
നമ്മൾ ആദ്യം ഒന്ന് ചൊല്ലും. അതിനുശേഷം ഇത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരും. നമ്മൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കേണ്ട ക്രമം ഞാൻ പറഞ്ഞു തരും. 4 ദിക്കുകളിലേക്കും കർത്താവിന്റെ ശക്തി ഒഴുകും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കണ്ണു തുറന്നേ. അറിയാലോ, ഇത് ഉച്ചത്തിൽ അങ്ങ് ചൊല്ലണം. ഇത് ദൈവത്തെ യേശുവിനെ ആരാധിക്കുന്ന പ്രാർത്ഥനയാണ്. യേശുവിനെ ആരാധിക്കുന്ന പ്രാർത്ഥന. അപ്പൊ ഇത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയാവണമേ. ഇതങ്ങ് ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം. എത്രത്തോളം ഉറക്കെ, പാട്ടും താളമൊന്നും നിങ്ങൾ നോക്കണ്ട, ഉറക്കെ അങ്ങ് ചൊല്ലണം. എത്രയും ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോ നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ആദ്യം ഇങ്ങോട്ട് തിരിഞ്ഞ് ചൊല്ലും. അപ്പൊ അച്ഛൻ പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തിപ്പിടിക്കും. അപ്പോ ഇവിടെ മുമ്പിൽ നിന്ന് അച്ഛൻ വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തിപ്പിടിക്കും. അപ്പൊ അച്ഛൻ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നോ അങ്ങോട്ട് നിങ്ങൾ തിരിയണം. അച്ഛൻ ആദ്യം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. അപ്പൊ നമ്മളെല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം അച്ഛൻ അങ്ങോട്ട് തിരിയും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് തിരിയണം. അതിനുശേഷം അച്ഛൻ ഇങ്ങോട്ട് തിരിയും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് തിരിയണം. അതിനുശേഷം അച്ഛൻ ഇങ്ങോട്ട് തിരിയും, നിങ്ങൾ ഇവിടേക്ക് തിരിയണം. 4 ദിക്കിലേക്കും പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തി 1000 കിലോമീറ്റർ ദൂരത്തേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കാൻ. 10 ലക്ഷം ആത്മാക്കളാണ് ഈ ധ്യാനത്തിന്റെ ലക്ഷ്യം. അപ്പോ ആ 10 ലക്ഷം ആത്മാക്കളിലേക്ക് 4 ദിക്കിലേക്കും കർത്താവിന്റെ ശക്തി ഇപ്പോൾ ഒഴുകി ഇറങ്ങും. അപ്പൊ നമ്മൾ അതിന് നിങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായ ശരീരഭാഷ ഉപയോഗിക്കാം. എനിക്ക് പറയാനുള്ളത്, കൈ ഇങ്ങനെ പിടിച്ചാൽ അതൊരു വലിയ അനുഗ്രഹം. കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചോ. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ കഴിക്കുമ്പോൾ നിങ്ങൾ കൈയാത്തിട്ടാൽ മതി. കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ആ കർത്താവിനെ ആരാധിക്കാം. നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ചൊല്ലി പ്രാർത്ഥിച്ചു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. കുനിഞ്ഞ് കുരിശ് വരച്ച് ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നേരെ വിപരീത ദിശയിലേക്ക് തിരിഞ്ഞ് കരങ്ങൾ വിരിച്ചു പിടിക്കാം. ഈ ദിക്കിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് തിരിയുക.
റൈറ്റ് സൈഡിലേക്ക് തിരിയുക. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നേരെ എതിർദിശയിലേക്ക് തിരിയാം. കരങ്ങൾ വിരിച്ചു പിടിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈശോയിലേക്ക് തിരിഞ്ഞു നിൽക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായിട്ട് ഇരുന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ദൈവം തന്ന എല്ലാ നന്മകളെയും നമ്മുടെ വേദനകളെയും ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ മക്കളും കണ്ണടച്ച് ഞാൻ ഓരോ മേഖലകളായിട്ട് പറയുമ്പോൾ ഈശോയെ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആരോഗ്യത്തെ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളെ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജോലി മേഖലകളെ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞു മക്കളെ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ രോഗങ്ങളെ, ദുഃഖങ്ങളെ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദാരിദ്ര്യത്തെ, കടബാധ്യതകളെ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജോലി തടസ്സങ്ങളെ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഇല്ലായ്മകളെ, ദൈവമായ കർത്താവേ, ഞങ്ങൾ കടന്നുപോകുന്ന ഞെരുക്കങ്ങളെ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളെ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ വഴക്കുകളെ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധത്തിൽ വന്ന പാളിച്ചകളെ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതത്തെ, മക്കളെ ഓർത്തുള്ള ആകുലതകളെ, കുടുംബത്തിൽ കടന്നുപോകുന്ന എല്ലാ ഞെരുക്കങ്ങളെയും, കർത്താവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ ബലഹീനതകളെ, ഞങ്ങളുടെ എല്ലാ ദുശീലങ്ങളെയും, ഞങ്ങളുടെ തഴക്കദോഷങ്ങളെ, ഞങ്ങളുടെ കോപ സ്വഭാവത്തെ, ഞങ്ങളുടെ ദുശീലങ്ങളെ, ഞങ്ങളുടെ അഹങ്കാര ചിന്തകളെ, ഞങ്ങളുടെ അസൂയപ്പെടുന്ന മനസ്സിനെ, ഞങ്ങളുടെ കുറ്റം പറയുന്ന നാവിനെ, ഞങ്ങളുടെ തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹൃദയത്തെ, ഞങ്ങളുടെ പക പേറിക്കൊണ്ട് നടക്കുന്ന മനസ്സിനെ, മറ്റുള്ളവരുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഹൃദയത്തെ, ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ ബോധ അബോധ മനസ്സുകളെ, ഞങ്ങളുടെ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളെ,
ഞങ്ങളുടെ ഭാവനകളെ, ഞങ്ങളുടെ ആത്മാവിനെ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുകയാണ്. ഈശോ പറഞ്ഞു, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളതുപോലെ എടുക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ച നന്മകൾക്കെല്ലാം നന്ദി പറയണം, അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയണം. 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തി. അതിലൊരു വ്യക്തി മാത്രം തിരിച്ചു വന്നു. ഈശോ ചോദിച്ചു, ബാക്കി 9 പേര് എവിടെ? ഈ സമറിയാക്കാരൻ മാത്രമേ തിരിച്ചു വന്നുള്ളല്ലോ. നമ്മൾ ആ ബാക്കി 9 പേരുടെ കൂട്ടത്തിലാണ് പലപ്പോഴും. പ്രിയമക്കളെ, ഈശോയുടെ മുമ്പിൽ അവസാനമായിട്ട് നമ്മളൊരു കാര്യം കൂടി ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപയും അഭിഷേകവും നിറയാൻ ഇപ്പോൾ എല്ലാവരും ശാന്തമായിട്ട് പ്രാർത്ഥിക്കുക. കണ്ണടച്ച് കരങ്ങൾ മടിയിൽ തുറന്നു പിടിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം തിരുവചനം, അവൻ അഗ്നിയാലും ആത്മാവിനാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ലൂക്ക 12:49, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് കത്തിജ്വലിച്ചിരുന്നെങ്കിൽ. അപ്പോസ്തല പ്രവർത്തനം 1:8, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോസ്തല പ്രവർത്തനം 2:1-5 വരെ, പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് നൽകിയ ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആത്മാവാം ദൈവമേ വരണമേ, എന്റെ ഉള്ളിൽ വസിക്കാൻ അങ്ങ് ഇറങ്ങി വരണമേ. എല്ലാ മക്കളും കണ്ണടച്ച് കർത്താവിന്റെ വചനം കേൾക്കാൻ വന്ന മക്കൾ, ഈശോയെ ഒത്തിരി ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ ഇപ്പോൾ അയക്കണമേ. എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. പാപത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത മക്കളുടെ മേൽ, ജീവിതം ഒരു പരാജയമാണെന്ന് ചിന്തിക്കുന്ന മക്കളുടെ മേൽ, എന്റെ ജീവിതം രക്ഷപ്പെടില്ല എന്ന് കരുതുന്ന ജീവിതങ്ങളുടെ മേൽ, ആത്മീയ കൃപകൾക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളുടെ മേൽ, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ ആത്മാവാം ദൈവമേ ഇറങ്ങി വരണമേ. ആത്മാവാം ദൈവമേ വരണേ, ഒക്കെ പാടിക്കേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ശ്രുതി പാടാമോ? ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ശ്രുതി വിളിക്കേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവ് അതിശക്തമായി നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറഞ്ഞയക്കുകയാണ്. മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ച മക്കളെ ശക്തമായിട്ട് ഈശോ ഇപ്പോൾ ഇടപെടും, വലിയ കൃപാവരം തരും. ശിരസ് കുമ്പിട്ട് പ്രാർത്ഥിക്കണം ഈശോ ആശീർവദിക്കുമ്പോൾ. യേശുവേ, 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 നമിക്കും
നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതത്തന്നുയിർപ്പും നീ തന്നെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അമ്മയോട് ചേർന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചോളമേ. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഒരു ഭംഗിയാണ്.